കേൾക്കാമോ ശ്രീ രാജു പി നായർ? യെസ്, ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ NSSന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, കോൺഗ്രസിനെതിരെ വന്നിട്ടുള്ള പ്രസ്താവനകൾ, അതിനെങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട് NSS അകലുന്നത്? അല്ല, NSS അകലുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം അവർ സമദൂരം എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ NSS മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഈ വിഷയം നടക്കുന്ന സമയത്ത് ആരോടൊപ്പമായിരുന്നു, എന്തായിരുന്നു സർക്കാരിന്റെ സമീപനം എന്നുള്ളതാണ്. ഇപ്പോ എത്തിപ്പെട്ടിരിക്കുന്ന അയ്യപ്പ സംഗമം നടത്തേണ്ടി വന്ന സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാർ എടുത്ത നടപടികളുടെ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സംഭവങ്ങളുടെ ബാക്കി പത്രമാണല്ലോ. അപ്പൊ അത് NSS അത്താര്യത്തിൽ ചിന്തിച്ചാൽ മതി. പിന്നെ അതൊന്നും ആശങ്കപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏതെങ്കിലുമൊക്കെ സമുദായ നേതാക്കന്മാര് ജയിപ്പിക്കാൻ നടന്നാലും തോൽപ്പിക്കാൻ നടന്നാലും ആ സ്ഥാനാർത്ഥികളൊന്നും ജയിക്കുകയും തോൽക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളതല്ലേ. തിരുവനന്തപുരത്ത് ഡൽഹി നായരാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ശശി തരൂരിനെ തോൽപ്പിക്കാൻ നടന്നത്? അതിലായിരുന്നു ലക്ഷങ്ങളുടെ വോട്ടിനല്ലേ അദ്ദേഹം ജയിച്ചത്. പിന്നീട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ നായരാണെന്ന് പറഞ്ഞു. അപ്പോൾ 12,000 വോട്ടായിട്ട് ഭൂരിപക്ഷം ചുരുങ്ങി. വെള്ളാപ്പള്ളി ഗണേശൻ KC വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറവൂർ വന്ന് SNDP യോഗത്തിന് വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മരണപ്പെട്ടുപോയ അച്ഛനെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് സതീശനെ ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു പോയതല്ലേ വെള്ളാപ്പള്ളി ഗണേശൻ? എന്താ സംഭവിച്ചത്? 2016 ഇരട്ടി ഭൂരിപക്ഷത്തിന് VD സതീശൻ ജയിച്ചു. ഡീൻ കുര്യാക്കോസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടന്നു പറയുന്ന ആള്. അപ്പോൾ അത് ഡീൻ കുര്യാക്കോസ് പരാജയപ്പെട്ടു. പിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നടന്നു. അപ്പൊ ലക്ഷങ്ങളുടെ വോട്ടിന് ജയിച്ചു. അപ്പൊ ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ പോക്കറ്റിലല്ല വോട്ടുകളൊന്നും. ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ അവരുടെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടുകൾ എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ NSS കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? NSS എന്നല്ല, ഒരു സമുദായ നേതാക്കന്മാരും തീരുമാനിക്കുന്നതനുസരിച്ചല്ല കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കുള്ള എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. ആ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനം നിങ്ങളൊന്ന് നോക്കൂ. ഇന്ന് BJPയുടെ ഏറ്റവും സ്ട്രോങ് വോട്ട് ബേസ് എന്ന് പറയുന്നത് ഏതാണ് ഏറ്റവും വലിയ സ്ട്രോങ് വോട്ട് ബേസ്? പക്ഷെ ആ സ്ട്രോങ് വോട്ട് ബേസിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ നിൽക്കുന്ന ആ സമുദായത്തിന്റെ നിലപാട് എന്താ? BJP അടിച്ചതിനകത്ത് കയറ്റില്ല എന്നല്ലേ? BJP അടിച്ചതിനകത്ത് കയറ്റില്ല എന്ന് പറയുന്ന സമുദായ നേതാവിന്റെ നിലപാടിനൊപ്പമാണോ BJPയുടെ വോട്ട് ബേസ് നിൽക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ചില അധികാരങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഏത് സമുദായ സംഘടന ശരിയായിരിക്കാം. പക്ഷേ ശ്രീ രാജു പി നായർ, സമദൂരമാണ് ശരിദൂരം എന്ന നിലപാടായിരുന്നു മുൻപൊക്കെ NSS എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിലടക്കം പരസ്യമായി UDFനെ NSS പിന്തുണച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു ശബരിമലയിലെ വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ സർക്കാരിലാണ് വിശ്വാസമെന്ന് G. സുകുമാരൻ നായർ പറയുമ്പോൾ എന്താണ് ആ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ടാവുക? അല്ല, അത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാടിനെയും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയാണ് ശബരിമലയുടെ കാര്യത്തിൽ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മറുപടി പറയാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചോളം സമുദായത്തിന് NSSനോ SNDPക്കോ ഇനി അതല്ല ക്രിസ്തീയ സമുദായത്തിലാണെങ്കിലും മുസ്ലിം സമുദായത്തിലാണെങ്കിലും പെട്ടവർക്ക് അവരുടെ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് ആത്യന്തികമായ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് വിശ്വസിച്ച് പോകുന്നിടത്ത് പിഴവ് സംഭവിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം 2019 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരി ജയിച്ചതിന് ശേഷം 2021 കോൺഗ്രസ് തൂത്തുവാരി തോൽക്കുന്ന കാര്യം എന്താ? ഒരു പുരോഗമന നിലപാട് CPM എടുക്കുന്നു എന്നുള്ള തോന്നലിലാണ് ഈ BJPയുടെ യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിനെതിരെ നിലനിൽക്കുന്ന യുവത മുഴുവൻ 2021 തെരഞ്ഞെടുപ്പിൽ ആ പുരോഗമന നിലപാടുണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് CPMലേക്ക് പിന്തുണയ്ക്കുന്നത്. പക്ഷെ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഏറ്റവും വലിയ യാഥാസ്ഥിതിക പാർട്ടിയായി BJPയേക്കാൾ യാഥാസ്ഥിതിക പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നാണ് അയ്യപ്പ സംഗമത്തിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനയിലൂടെ. മത്തായി ചാക്കോയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇല്ലാത്തത്? അദ്ദേഹം ക്രിസ്തീയ മതവിശ്വാസിയാണെന്ന് പറഞ്ഞ ബിഷപ്പിനെ തെറി വിളിച്ച ആൾ എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ്, അദ്ദേഹം ഈശ്വര വിശ്വാസിയാണ്, പുറത്തു പറയുന്നതല്ല, ഈശ്വര വിശ്വാസിയാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഗണേശന് എതിരെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അധിക്ഷേപം ചൊരിയാത്തത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത്? കേരളത്തിൽ ന്യൂനപക്ഷ വിരുദ്ധത മുതലാക്കിക്കൊണ്ട് ഇസ്ലാമോഫോബിയ നിലനിൽക്കൊണ്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് അകന്നുപോയ പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ട് തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നുള്ള കുതന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുതന്ത്രത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ യഥാർത്ഥ വോട്ടുകൾ, ഇടത് മൂല്യമുള്ള വോട്ടുകൾ മുഴുവൻ CPMൽ നിന്ന് അകന്നു പോകും.
അപ്പോൾ ആ ഒരു കുതന്ത്രത്തിൽ NSS വീണുപോയോ ശ്രീ രാജു പി നായർ? ഇവിടെ പഴയ കാര്യങ്ങൾ, ശബരിമലയുടെ കാര്യത്തിൽ യുവതീ പ്രവേശനത്തിലടക്കം സർക്കാരിന്റെ നിലപാട്, സർക്കാർ എന്താണ് ചെയ്തതെന്ന് കേരളം മറന്നിട്ടുണ്ടാകില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ NSS മറന്നുപോയോ? അത് വീണോ വീണിട്ടില്ലേ എന്നൊക്കെയുള്ള അവര് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം പിണറായി വിജയനെതിരെ വലിയ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള സുകുമാരൻ നായർ നമുക്കറിയാലോ, ഇല്ലേ? പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ള സുകുമാരൻ നമുക്കറിയാലോ. അപ്പൊ സുകുമാരൻ നായരുടെ ആ നിലപാട് അന്ന് കോൺഗ്രസിനൊപ്പമാണെന്ന് വിവക്ഷിച്ചവർ ഇന്നിപ്പോ CPM-നൊപ്പമാണെന്ന് പറയുന്നു. ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിന്റെ പേരിൽ അഭിപ്രായം പറയുന്നിടത്തല്ലല്ലോ അതിന്റെ രാഷ്ട്രീയ ചായ്വ് കാണേണ്ടത്. അവരെ സംബന്ധിച്ചോളം അവർ സ്വതന്ത്രമായ നിലപാടെടുത്തുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ സ്വതന്ത്രമായ നിലപാട് ചർച്ച ചെയ്യപ്പെടട്ടെ. അവർക്ക് പരാതികളുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ട് അത് സംസാരിക്കുന്നതിനൊന്നും ആർക്കും എതിർപ്പില്ല. പക്ഷെ അത് ആത്യന്തികമായ കോൺഗ്രസ് കേരളത്തിന്റെ രാഷ്ട്രീയമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവർ മൂഢസ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എത്രയൊക്കെ അകന്നാലും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് ഞാൻ അതൊന്നും ഒരു മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൽ നേതൃത്വം എടുക്കുന്ന നിലപാടിനൊന്നും ഞാൻ മുൻകൂട്ടി പറയുന്നില്ല. ഞാൻ സൂചിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ. ഏതെങ്കിലും പ്രത്യേകമായ ഒരു വിഷയത്തിൽ ഒരു സമുദായ സംഘടന പറയുന്ന അഭിപ്രായമല്ല കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം. ആ പൊതുരാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർന്ന് അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടുകളുടെ ആകെത്തുകയാണ് ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ വെച്ചുകൊണ്ട് അത് കോൺഗ്രസിനെതിരാണെന്നോ UDF-നെതിരാണെന്നോ സർക്കാരിന് അനുകൂലമാണോ എന്ന് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ വിവക്ഷിക്കുന്നവർ ചരിത്രത്തിൽ പിന്നീട് തെറ്റുപറ്റിയത് പറയേണ്ടി വരും. അത്രേ ഉള്ളൂ.